അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന അത്ഭുത ബാലൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അത്ഭുതങ്ങൾ കാണിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു. അവനാണ് ദജ്ജാല് എന്ന് ചില ആളുകളെങ്കിലും വിശ്വസിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നതിനു വേണ്ടി സഹാബത്തിനെയും കൂട്ടി യാത്ര പോകുന്ന സംഭവം ഇമാം ബുഖാരി 1354 ഹദീസ് നമ്പറായി ഉദ്ധരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഇന്ന ഉമറ ഇൻതലഖ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റഹ്തിൻ ഖിബല ബനി സയ്യാദ്. ഇബ്നു സയ്യാദിൻ്റെ ഭാഗത്തേക്ക് ഒരു സംഘം സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. حتى وجدوه يلعب مع الصبيان عند أطم بني مغالة. ബനി മഗാല ഗോത്രത്തിൽ ഇബ്നു സയ്യാദ് ജീവിക്കുന്ന നാടാണ്. അവിടെ ഒരു കുന്നിൻ്റെ അരികിൽ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന അത്ഭുത ബാലൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ അരികിലേക്ക് ചെന്നു. ഫഖദ് ഖാറബ ഇബ്നു സയ്യാദ് അൽ ഹുലുമ. ഇബ്നു സയ്യാദ് പ്രായപൂർത്തി എത്താൻ അടുത്തായ ഒരു സമയമാണപ്പോൾ. കുട്ടിപ്രായത്തിലാണെന്നർത്ഥം, പ്രായപൂർത്തിയാവുന്നേ ഉള്ളൂ. അങ്ങനെ നബിതങ്ങൾ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ആ അത്ഭുത ബാലൻ്റെ അരികിൽ ചെന്നു. ഫലം യശ്ഉർ ഹത്താ ലറബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി. നബിതങ്ങൾ തൻ്റെ കൈകൊണ്ട് ഇബ്നു സയ്യാദിനെ ഒന്ന് അടിക്കുന്നത് വരെ നബിതങ്ങൾ വന്ന വിവരം അവൻ അറിഞ്ഞില്ല. അപ്പൊ തന്നെ അറിയാലോ അവൻ അത്ര വലിയ കഴിവൊന്നുമില്ല. സുമ്മ ഖാല ഇബ്നു സയ്യാദ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു സയ്യാദിനോട് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ കൈകൊണ്ടൊന്ന് ഇങ്ങനെ തട്ടിയപ്പോൾ ഇബ്നു സയ്യാദിന് ബോധം വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, തസ്ഹദു അന്നി റസൂലുള്ളാഹി, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഫനദറ ഇലൈഹി ഇബ്നു സയ്യാദ് അപ്പോൾ നബിതങ്ങളെ ഒരു നോട്ടം. ഫഖാല, അപ്പോൾ അതിന് മറുപടി പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുൽ ഉമ്മീന, എഴുത്തും വായനയും അറിയാത്ത ഒരു ഉമ്മത്തിൻ്റെ പ്രവാചകനാണ് നിങ്ങൾ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അഹങ്കാരത്തിൻ്റെ മറുപടിയാണ്. ഫഖാല ഇബ്നു സയ്യാദ്, അപ്പോൾ ഇബ്നു സയ്യാദ് നബിതങ്ങളോട് ചോദിച്ചു, അതസ്ഹദു അന്നീ റസൂലുള്ളാഹി, ഞാൻ റസൂലാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, നബിതങ്ങൾ റസൂലാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ നിങ്ങൾ എഴുത്തും വായനയും അറിയാത്ത ആൾക്കാരുടെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ റസൂലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഫറഫളഹു, അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു. വഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആമൻതു ബില്ലാഹി വബിറസുലിഹി, ഞാൻ അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിൻ്റെ മുൻകഴിഞ്ഞു പോയ മുർസലീങ്ങളെ കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു. ഫഖാല ലഹു, നബി തങ്ങൾ വീണ്ടും ഇബ്നു സയ്യാദിനോട് ചോദിച്ചു, മാദാ തറാ, എന്താ നീ കാണാറുള്ളത്, നീ എന്താ കാണുന്നത് എന്ന് ചോദിച്ചു. ഫഖാല ഇബ്നു സയ്യാദ്, അപ്പോൾ ചെറിയ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന കുട്ടി പറയാണ്, യഅ്തീനി സാദിഖുൻ വ കാദിബുൻ, സുവ്യക്തമായ സത്യസന്ധമായ വാർത്തകളും എനിക്ക് വരാറുണ്ട്, മിഥ്യയായ വാർത്തകളും എനിക്ക് വരാറുണ്ട്. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഖുല്ലിത അലൈക്കൽ അംറു, നിനക്ക് കാര്യങ്ങൾ തിരിച്ചറിയാതെ പോവുകയാണ്. സത്യവും മിഥ്യയുമായ വാർത്തകൾ നിനക്ക് വന്നിട്ട് നിനക്ക് കാര്യങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
ثم قال له النبي പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ഇബ്നു സയ്യാദിനോട് പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ഇന്നി ഖദ് ഖബ്ബഅതു ലക ഖബീആ, ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതെന്താ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു, പരീക്ഷിക്കാൻ വേണ്ടി. ദജ്ജാലാണ് ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ കുട്ടി എന്ന് ജനങ്ങൾക്കിടയിൽ പ്രചാരം ഉണ്ടായപ്പോൾ തിരുത്താൻ വേണ്ടിയാണല്ലോ നബി തങ്ങൾ പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇബ്നു സയ്യാദിനോട് ചോദിച്ചു, ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ആയത്ത് മറച്ചു വെച്ചിട്ടുണ്ട്, അത് നിനക്ക് പറയാൻ കിട്ടുമോ? ഫഖാല ഇബ്നു സയ്യാദ്, ഇബ്നു സയ്യാദ് പറഞ്ഞു, ദുഖാൻ എന്ന് പറയുന്ന സൂറത്ത് ദുഖാനിലെ 10ാമത്തെ ആയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലപ്പോൾ വിചാരിച്ചത്. ദുഖാൻ എന്ന് പറയുന്ന ഒരു പദമുള്ള 10ാമത്തെ ആയത്ത്. അപ്പൊ ആ പദം, ആ ഒരു ആയത്ത് പറയാൻ കിട്ടാതെ ഹുവദ്ദുഖ് എന്ന് മാത്രം പറഞ്ഞു. ഫഖാല, അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇഖ്സ, നിർത്ത്. വളരെ മോശമായ അറബിയിലെ ഒരു വാക്കാണ് ഇഖ്സ. നായ്ക്കളെ ഓട്ടാൻ വേണ്ടി അറബിയിൽ പറയുന്ന വാക്കാണ് ഇഖ്സ. അപ്പൊ പറയാൻ നീ നിർത്ത് എന്നർത്ഥം. പറയാൻ കിട്ടിയില്ല, ദുഖാൻ എന്ന വാക്ക് പോലും പറയാൻ കിട്ടിയില്ല, പകുതി പറഞ്ഞിട്ട് നിർത്തി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിർത്തിക്കളാം, എനിക്ക് കഴിയില്ല. ഫലൻ തഅദു ഖദറ, ഇപ്പോഴുള്ള നിന്റെ ഈ അവസ്ഥയുണ്ടല്ലോ, ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയാത്ത ഈ ഒരവസ്ഥ, ഈ അവസ്ഥയെ നീ മറികടക്കുകയില്ല, ഈ സ്ഥാനത്തേക്കാൾ നീ മുന്നോട്ട് പോകൂല. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഇത്രയൊക്കെ ഇങ്ങനെ രംഗമായപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഞാൻ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ എഴുത്തും വായന അറിയാത്ത ആളുകളുടെ പ്രവാചകനാണെന്ന് പറഞ്ഞു, ഞാൻ പ്രവാചകനാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കാലുകൊണ്ട് തട്ടി, ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ചോദ്യം, എൻ്റെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ പറ്റിയില്ല. ഇത്രയൊക്കെ ആയപ്പോൾ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ് അദ്രിബു ഉനഖഹു, നബിയെ നിങ്ങൾ അവനോട് വിട്ടുതരി, ഞാൻ അവൻ്റെ കഥ കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. മുപ്പർക്ക് പിന്നെ എപ്പോഴും അങ്ങനെയാണ്, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പിന്നെ ശരിയാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവനോട് വിട്ടുതരി, ഇവനെ ഞാൻ കഥ കഴിച്ചു കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഞാൻ പ്രവാചകനാണോ എന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കള്ളപ്രവാചകൻ, അതും അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു കുട്ടി, അപ്പൊ അവന് വലിയ ദുൽമുണ്ടാക്കുമല്ലോ ഇസ്ലാമിന്. അതുകൊണ്ട് ഞാൻ അവൻ്റെ കഥ കഴിച്ചു കൊള്ളാം നബിയെ, നിങ്ങൾ അവനെ എനിക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞു. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇയകുൻഹു ഫലൻ തുസല്ലത അലൈഹി, ഇയകുൻ ഇബ്നു സയ്യാദ് ആണെങ്കിൽ, ഹു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ദജ്ജാലാണെങ്കിൽ, ഫലൻ തുസല്ലത അലൈഹി, അവൻ്റെ മേലിൽ ഒരു സ്വാധീനവും ചെലുത്താൻ നിനക്ക് കഴിയില്ല, അവൻ്റെ കഥ കഴിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം എന്താണ്? അത് കഥ കഴിക്കാൻ അല്ലാഹു തആല ഏൽപ്പിച്ചൊരു വ്യക്തിയുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം. അപ്പൊ പിന്നെ നിങ്ങൾ ആ വഴിക്ക് പുറപ്പെടണ്ട. വയല്ലം യകുൻ, ഇനി ഇബ്നു സയ്യാദ് ആയില്ലാഹു, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരാൻ പോകുന്ന ദജ്ജാലായില്ല എങ്കിൽ, ഫലാ ഖൈറ ലക ഫീ ഖത്ലിഹി, അവനെ കൊല്ലുന്നതിൽ നിങ്ങൾക്ക് ഒരു ഖൈറുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഏതായാലും ഇബ്നു സയ്യാദിനെ അന്ന് വെറുതെ വിട്ടു. 1355 ഹദീസിൽ അതിന്റെ ബാക്കി പത്രം കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻതലക ബഅദ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉബയ്യ് ഇബ്നു കഅബ്, റസൂലുള്ളാഹി തങ്ങൾ ഉബയ്യും കഅബും കൂടിയിട്ട് പോയി. ഇലൻ നഖ്ലില്ലതി ഫീഹാ ഇബ്നു സയ്യാദ്, ഇബ്നു സയ്യാദ് താമസിക്കുന്ന ഈത്തപ്പനത്തോട്ടത്തിലേക്ക് പോയി. വഹുവ യഖ്തലു, റസൂലുള്ളാഹി തങ്ങൾ ഉദ്ദേശിക്കുന്നു, വഹുവ യഖ്തലു അൻ യസ്മഅ മിൻ ഇബ്നു സയ്യാദ് ശൈഅൻ ഖബ്ല അൻ യറാഹു ഇബ്നു സയ്യാദ്, ഇബ്നു സയ്യാദ് കാണാതെ ഇബ്നു സയ്യാദ് പറയുന്ന വാക്കുകൾ എന്താണെന്ന് കേൾക്കാൻ വേണ്ടി റസൂലുള്ളാഹി പതുക്കെ 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 ഇങ്ങനെ ഇബ്നു സയ്യാദ് താമസിക്കുന്ന ഈത്തപ്പനത്തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്.
ഫറആഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുൽതജിഉൻ. റസൂലുള്ളാഹി തങ്ങൾ അപ്പോൾ ഇബ്നു സയ്യാദിനെ കണ്ടു, അവൻ കിടക്കുകയാണ്. യാനി ഫീ ഖത്വീഫത്തിൻ ലഹു ഫിഹാ സംറത്തുൻ റംസത്തുൻ ഔ സംറത്തൻ. ഒരു പുതപ്പ് പുതച്ചിട്ട് ചില ആംഗ്യങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ നേരിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ ഇബ്നു സയ്യാദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പതുക്കെ ഇബ്നു സയ്യാദ് കാണാതെ മെല്ലെ മെല്ലെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഫറഅത് ഉമ്മു ഇബ്നു സയ്യാദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു സയ്യാദിന്റെ ഉമ്മ കാണാനിടയായി. വഹുവ യത്തഖി ബിജുദൂഇൻ നഖ്ലി. ഈത്തപ്പന മരങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി നബി തങ്ങൾ സഞ്ചരിക്കുന്ന രംഗം കണ്ടു. ഫഖാലത്ത്, അപ്പം വിളിച്ചു ഇബ്നു സയ്യാദ്, ഇബ്നു സയ്യാദിനെ വിളിക്കുകയാണ്. യാ സ്വാഫി. എന്താ യാ സ്വാഫി? വഹുവ ഇസ്മു ഇബ്നു സയ്യാദ്, ഇബ്നു സയ്യാദിന്റെ പേരാണത്. ഓനെ സ്വാഫി, അതാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ മുഹമ്മദ് നബി വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഫസാറ ഇബ്നു സയ്യാദ്, അപ്പോൾ ഇബ്നു സയ്യാദ് ചാടി എണീറ്റു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലൗ തറക്കതുഹു ബയ്യനാ, ഞാൻ വന്ന അവസ്ഥയിൽ കിടക്കുന്ന രംഗത്തിൽ തന്നെ ഉമ്മ അവനെ വിട്ടേച്ചിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വ്യക്തമാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലിനോട് കാവൽ തേടാതെ ഒരൊറ്റ നിസ്കാരവും നിർവഹിച്ചിട്ടില്ല. അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാണ് ദജ്ജാല് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, കഴിഞ്ഞു പോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ ആ പ്രവാചകന്മാർ മുഴുവനും ദജ്ജാലിനെ കുറിച്ച് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിയിട്ടുണ്ട്. എനിക്കും എൻ്റെ സമൂഹത്തോട് ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്യുകയാണ്. കാരണം ലോകത്ത് കടന്നു വരുമ്പോൾ ഒരുപാട് പരാക്രമങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ദജ്ജാല്. ഭൂമിയിലേക്ക് നോക്കിയിട്ട് പുൽപുഷ്പങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പുൽപുഷ്പങ്ങൾ ഉണ്ടാകുന്നു. ആകാശത്തെ നോക്കിയിട്ട് മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ മഴ പെയ്യുന്നു. ചില വ്യക്തികളെ രണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് കൂടിച്ചേരട്ടെ എന്ന് പറയുമ്പോൾ കൂടിച്ചേരുന്നു. സ്വർഗവും നരകവും എൻ്റെ അരികിലുണ്ട്, ആർക്കൊക്കെ വേണം സ്വർഗവും നരകം, ഇത് സ്വർഗമാണ് ഇത് നരകമാണ് എന്ന് പറയും. അപ്പൊ സ്വർഗം വേണമെന്ന് പറഞ്ഞ ആളുകളെ ഓൻ്റെ ടീമാണ്, പക്ഷെ അവന് കിട്ടാൻ പോകുന്നത് നരകമാണ്. നരകം മതി എന്ന് പറയുന്ന വിശ്വാസികളുണ്ട്, അവർക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗമാണ്. ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തും. അവൻ കൊല ചെയ്യുന്ന ആളുകളൊക്കെ ശുഹദാക്കളുടെ കൂലിയുള്ള ആളുകളാണ്. ആ കാലത്ത് ഒരുപാട് ഫിത്നയും ഫസാദും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ താക്കീത് നൽകിയപ്പോൾ ഒരുപാട് അത്ഭുത പ്രകടനങ്ങൾ കാണിക്കുന്ന ഈ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന അവൻ ജ്യോത്സ്യനായിരുന്നു. ജ്യോത്സ്യക്കഴിവാണ് യഥാർത്ഥത്തിൽ ഇബ്നു സയ്യാദിനുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ശൈത്താനിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് അത്ഭുതകരമായ പ്രകടനങ്ങളും പ്രവചനങ്ങളൊക്കെ നടത്തിയപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു അഭ്യൂഹം വന്നു, ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ദജ്ജാലല്ല, അവനും സാധാരണ വ്യക്തി തന്നെയാണ്, ദജ്ജാലല്ല. ശൈത്താനിൻ്റെ സഹായത്തോടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു, പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിലൂടെ അവൻ്റെ കഴിവുകേട് തുറന്നു കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ സഹാബത്തിനെ ബോധ്യപ്പെട്ടു, ഇബ്നു സയ്യാദ് ദജ്ജാലല്ല. ദജ്ജാൽ ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളമാണല്ലോ. അവൻ എനിക്ക് ഗൈബ് അറിയും, അദൃശ്യമായ കാര്യങ്ങൾ അറിയും എന്ന് വാദിക്കുന്ന ഒരു ജ്യോത്സ്യനായിരുന്നു ഇബ്നു സയ്യാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്നു സയ്യാദിനെ ഞാൻ കൊല്ലാമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവനെ കൊല്ലുന്നതിൽ ഒരു ഗുണവുമില്ല. കാരണം ദജ്ജാലാണെങ്കിൽ ദജ്ജാലിനെ കൊല്ലാൻ അള്ളാഹു ആളേൽപ്പിച്ചിട്ടുണ്ട്. ദജ്ജാലല്ലെങ്കിൽ ഇവനെന്തിനാ കൊല്ലണം?
അവൻ ജ്യോത്സ്യൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അദൃശ്യമായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നതിലപ്പുറം വേറെ ഒന്നും അവനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വ്യക്തമാക്കി കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്ഭുതങ്ങൾ കാണിക്കുക എന്നത് ഒരാൾ നല്ല ആളാണ് എന്ന് പറയാനുള്ള തെളിവല്ല. അത്ഭുതങ്ങൾ കാണിക്കുക എന്നത് ഒരാൾ വലിയ ആണെന്ന് പറയാനുള്ള തെളിവാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇബ്നു സയ്യാദ് വലിയ ആളാകുമായിരുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ആര് ജീവിക്കുന്നുണ്ട് അവനാണ് നല്ലത്. അല്ലാതെ എത്ര അത്ഭുത പ്രകടനങ്ങൾ കാണിച്ചാലും ശരി, ആ അത്ഭുത പ്രകടനങ്ങളെ കൊണ്ട് അവൻ്റെ നന്മയും അവൻ്റെ തത്വവും അവൻ്റെ കഴിവും നമ്മൾ ഒരിക്കലും അളക്കുന്നില്ല. ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് ഇത്തരം പ്രകടനങ്ങളോ അത്ഭുതങ്ങളോ ഉണ്ടാകുമ്പോൾ അത് കറാമത്തായി എണ്ണുന്നു എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, ഈ മഹത്തായ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാഫിയായ ഇൽമുകൾ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അർഹമുർ-റഹീമായ റബ്ബേ, എല്ലാ വിപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് നീ രക്ഷപ്പെടുത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.